നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊരു പ്രാരംഭമാണ്. നമ്മുടെ സഭയുടെ ദൈവശാസ്ത്രവും പാട്ടുകളും ആരാധനയെല്ലാം അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതിലൊരു പങ്കാളികളാവാൻ ദൈവം നമുക്കൊരു അവസരം തന്നത് നമുക്ക് പഠിക്കാനും അതോടൊപ്പം തന്നെ വേറെ ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഇനി ഒരുപാട് പേര്, നമ്മുടെ കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറ, അങ്ങനെ ഒരുപാട് പേര്, നിങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ദൈവം തരുന്നവർക്കൊക്കെ ഇത് കൊടുക്കാൻ, ഇത് നമുക്ക് ആരോ തന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതങ്ങനെ പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്, 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ആരാധിക്കേണ്ടത്? ന്യായമായ ചോദ്യം അല്ലേ? പലരും പറയുന്ന ഒരു കാര്യമാണ്, കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും പള്ളിയിൽ പോയിരുന്നോ? ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോയിരുന്നോ? ഇല്ല. അങ്ങനെ പള്ളിയിൽ പോവാതിരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ സമയം കടന്നുപോയി. പള്ളി ഇവിടെ ഉണ്ടായിരുന്നു, അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തില്ല, ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ആദ്യം മറുപടി കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആരാധിക്കേണ്ടത്? വൈ ഡു വി വർഷിപ്പ്? ശരിക്കും നമ്മൾ ആരാധിക്കുന്നത് കപ്പദോക്യൻ പിതാവായ ഗ്രിഗറി ഓഫ് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയസ് പറഞ്ഞിരിക്കുകയാണ്, മാൻ ബിക്കംസ് വാട്ട് ഹി കണ്ടംപ്ലേറ്റ്സ്. മീൻസ് നമ്മൾ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നത്, എന്തിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതായിട്ട് മാറുന്നതാണ് പറയുന്നത്. കിട്ടിയോ? അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒരു കണ്ണാടി, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് സ്വർണം എടുത്ത് പിടിച്ചാൽ ഈ കണ്ണാടി നോക്കി എന്ത് കാണും? സ്വർണം കാണും. നിങ്ങൾ ആ കണ്ണാടിയുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും എടുത്തു പിടിച്ചാൽ എന്ത് കാണും? എന്താണോ ആ കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുന്നത്, അതാണ് ആ കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. സ്നേഹമുള്ളവർ, നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്, മാൻ ബിക്കംസ് വാട്ട് ഹി കണ്ടംപ്ലേറ്റ്സ്. നമ്മൾ പലതിനോടും ഒരു പാഷൻ, ചിലപ്പോൾ നമ്മുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടാണ് പാഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ അല്ലേ കൂടുതൽ സെർച്ച് ഹിസ്റ്ററി അതൊക്കെ എടുത്തു നോക്കിയാൽ. സോ ഇപ്പൊ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന് മറുപടി ഇതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിച്ച, നമ്മൾ തമ്പുരാനെ ആരാധിച്ച നമ്മൾ ആരെ പോലെ ആകും? അവനെ പോലെ ആകും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്? നമ്മുടെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? അതിനൊരു ഉത്തരം നിങ്ങൾ എഴുതിക്കും. ഉൽപ്പത്തി 1:26. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. 2 വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 1:26. ജനസിസ് ചാപ്റ്റർ 1:26. ജനസിസ് ചാപ്റ്റർ 1:26. അവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ പറയുന്ന 2 വാക്കുകളാണ്, ലെറ്റ് us create man in the image and likeness. 2 വാക്കുകളാണ്, ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 1:26. 27 മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് he created man in the image of God. ലൈക്ക്നെസ് എന്ന് പറയുന്ന വാക്കോട് ഉപയോഗിച്ചിട്ടില്ല, ശ്രദ്ധിക്കണം. ഇത് 2 കാര്യങ്ങളാണ്. ഇമേജ് എന്ന് പറയുന്നതും ലൈക്ക്നെസ് എന്ന് പറയുന്നതും ഒന്നാണ്. ഇമേജ് എന്ന് പറയുന്നതും ലൈക്ക്നെസ് എന്ന് പറയുന്നതും ഒരുപോലെയാണ്, ഒരു കാര്യമാണ് അല്ല. ശ്രദ്ധിക്കണം, ദൈവം പറഞ്ഞു മനുഷ്യനെ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തിലാണ് ഉണ്ടാക്കിയത്? ഇമേജ്. ഇപ്പൊ ലൈക്ക്നെസ് എന്ത് ചെയ്യും? ലൈക്ക്നെസ്സിലേക്ക് നമ്മൾ വളരണം. അതെങ്ങനെ വളരണം എന്ന് കാണിക്കാനാണ് യേശു തമ്പുരാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? അത് തന്നെ, അവനെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അവനെ പോലെ നാം ആകാൻ നമ്മെ പോലെ അവനായി. ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്തിലേക്ക് വളരണം? അവന്റെ ലൈക്ക്നെസ്സിലേക്ക്
വളരണം. ഇത് ഭയങ്കര തിയോളജിക്കൽ കൺസെപ്റ്റാണ്. തെയോസിസ് എന്ന് പറയും. തെയോസിസ്. ഈ ലൈക്നെസ്സിലേക്ക് നമ്മൾ വളരും. ഈ വളർച്ച നടക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. കിട്ടിയോ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ ലൈക്നെസ്സിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിശുദ്ധ തക്സയില് നമ്മളെ പുതിയ സാധനങ്ങൾ, കാസ, ബീലാസ അല്ലെങ്കിൽ എന്തെങ്കിലും ദേവാലയ ഉപകരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് വാഴ്ത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നിന്നെ സ്തുതിക്കുന്നവർ നിന്നാൽ ശ്രേഷ്ഠരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തമ്പുരാനെ ധ്യാനിക്കുമ്പോൾ അവന്റെ ശ്രേഷ്ഠത എന്ത് ചെയ്യും? നമ്മളിലേക്ക് വളരും. ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അത് നടക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ലൈക്നെസ്സിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കിട്ടിയോ? ഇതാണ് അതിന്റെ ഉത്തരം. നമ്മളെ ദൈവം ഇവിടെ സൃഷ്ടിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ആരെ പോലെ ആകണം? അവനെ പോലെ ആകണം. അതിനു വേണ്ടിയിട്ടാണ് യേശുദമ്പുരാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ലൈക്നെസ്സിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. മിറർ ഇട്ടാൽ മതി. എന്താണോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതായിരിക്കും നിന്നെ നോക്കുന്ന ഒരു വ്യക്തി കാണുന്നത്. അതായിരിക്കും. നീ തമ്പുരാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നിന്നെ നോക്കുമ്പോൾ എന്ത് കാണും? അവന്റെ ഇമേജ് കാണും. രണ്ടാമത്തെ ചോദ്യം, എന്തു പ്രാർത്ഥിക്കണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സുറിയാനി ഓർത്തഡോക്സ് സഭ ഇത്രയും നാളായിട്ട് ഒരു പ്രാർത്ഥന പോലും മാറ്റാത്തത്? നമ്മുടെ ആരാധന മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. സോ വി കാണ്ട് ചേഞ്ച് ഓർ എഡിറ്റ്. അതിലൊരു വാക്ക് പോലും, നിങ്ങൾ ഉദാഹരണം എടുത്തോ, വിശ്വാസ പ്രമാണം എടുത്തോ, വിശ്വാസ പ്രമാണം, അതിലെ ഓരോ വാക്കും എഴുതാൻ അത്രമാത്രം വില കൊടുത്തിട്ടുണ്ട്. കയ്യേരുന്ന് വായിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് എടുത്തു നോക്കിക്കുക. അതിനകത്ത് ഓരോ വാക്കും ഓരോ തിയോളജിയാണ്. വാട്ട് വി പ്രേ ഈസ് വാട്ട് വി ബിലീവ്. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്ത് മാറ്റാൻ നമുക്ക് അവകാശമില്ല? പ്രാർത്ഥനകൾ മാറ്റാൻ അവകാശമില്ല. നമ്മുടെ സഭയുടെ വിശ്വാസം പഠിക്കാനായിട്ട് വേറെ എങ്ങും പോകണ്ട. എന്ത് ചെയ്താൽ മതി? സമയം കിട്ടുമ്പോൾ കൂതാശക്രമോ ആണ്ടുകാഴ്ച എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഒരു പാട്ട് എടുത്തിട്ട് അതൊന്ന് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ലൈക്നെസ്സിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് വഴിയാണ് ഓർത്തഡോക്സി. എന്ത്? ഓർത്തഡോക്സി. നമ്മൾ ഭയങ്കര ഭാഗ്യം കിട്ടിയവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാനത് പല സ്ഥലത്തും പറയാം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് നമുക്ക് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഈ പ്രാർത്ഥിക്കുന്ന, ഈ സഭയിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു, മാമോദീസ മുങ്ങി, വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു, വചനം കേൾക്കുന്നു, ഇതെല്ലാം നമുക്ക് ദൈവം തന്നത് വെറുതെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ മിടുക്കൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സഭയിൽ അംഗമായി തോന്നുന്നുണ്ടോ? ഏറ്റവും മഹത്തായ ഈ പറഞ്ഞ ലൈക്നെസ്സിലേക്ക് വളരാനുള്ള വഴി വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഏത്? ഈ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ മാമോദീസ കൊടുത്ത് വീണ്ടും ജനനം കൊടുത്ത് അവനെ സഭയുടെ സ്വന്തമാക്കുന്നു, മൂറോൻ ഉടുപ്പിടിക്കുന്നു, വിശുദ്ധ കുർബാന ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ വളർത്തി വലുതാക്കി അവിടെ ചെല്ലണം. ആ ലൈക്നെസ്സിൽ ചെല്ലുന്നതിന് വരെ എന്ത് ചെയ്യണം? വളർത്തി വിടുന്ന ഒരു വഴിയാണ് ഓർത്തഡോക്സി. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ലൈക്നെസ്സിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ട്, എന്ത് പ്രാർത്ഥിക്കണം? വാട്ട് വി പ്രേ ഈസ് വാട്ട് വി ബിലീവ്. കിട്ടിയോ? രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മുടെ ആരാധനയില് പാട്ടുകളുടെ ഉപയോഗം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാല് ദാവീദിന്റെ കാലം മുതൽ, ദാവീദിന്റെ കാലമല്ല, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലം തൊട്ട് എന്തുണ്ടായിരുന്നു? സംഗീതം ആരാധനയിലുണ്ടായിരുന്നു. ഏനോഷിന്റെ കാലം തൊട്ട് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നൊരു വാക്യം വായിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ? ഇതിൽ ആരാധന തുടങ്ങിയ സമയം തൊട്ട് എന്തുണ്ടായിരുന്നു? പാട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നു.
അത് യെരുശലേം ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ പാടാൻ വേണ്ടിയിട്ട് അവിടെ കൊയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം വായിക്കുമ്പോൾ ഹെഡിങ് വായിച്ചാൽ മതി, സംഗീത പ്രമാണിക്ക് എന്ന് പറഞ്ഞാൽ കൊയർ ലീഡറിന് ആരോഹണ രാഗത്തിൽ അല്ലെങ്കിൽ ഇന്ന സാഹചര്യത്തിൽ. അപ്പൊ പാട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പണ്ട് തൊട്ട് ആരാധനയിലുള്ളതാണ്. നമ്മുടെ സഭയിലെ ഈ ആരാധന ക്രമം അല്ലെങ്കിൽ ഈ പാട്ടുകൾ ക്രമത്തിന് 8 നിറങ്ങളുണ്ട്. എത്ര നിറങ്ങളുണ്ട്? 8 നിറങ്ങളാണ്. നമ്മളൊരു ആരാധന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ആരാധന വർഷം തുടങ്ങുന്നത്? കൂദോഷിത്വ തുടങ്ങി അടുത്ത കൂദോഷിത്വ വരെ ഒരു സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. അതില് ഇപ്പൊ കൂദോഷിത്വം ഞായറാഴ്ച നിറം വരുന്നത് 1. ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പാറ്റേൺ ആണ്. 2 നിറങ്ങളാണ് ഒരാഴ്ച വരുന്നത്. അപ്പൊ അത് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്: 1 5, 2 6, 3 7, 4 8, 5 1, 6 2, 7 3, 8 4. നമ്മുടെ ഒരാഴ്ച ആരംഭിക്കുന്ന എപ്പോഴാണ്? സൺഡേ. നമ്മള് സൺഡേ ആണ്. അപ്പോൾ സാറ്റർഡേ വൈകിട്ട് അല്ലേ 6 മണിക്ക് ശേഷം. ഇപ്പൊ 1 നിറം ആരംഭിക്കുകയാണ്. കൂദോഷിത്വം ഞായറാഴ്ച നിറം 1. അടുത്ത ദിവസം തിങ്കളാഴ്ച വരുമ്പോൾ നിറം 5. ചൊവ്വാഴ്ച വരുമ്പോൾ 1. ബുധനാഴ്ച വരുമ്പോൾ 5. പാറ്റേൺ മനസ്സിലായോ? 1 5 എന്ന് ഞാൻ പറഞ്ഞതാണ്. നിറം ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഞായറാഴ്ച 1, തിങ്കളാഴ്ച 5, ചൊവ്വാഴ്ച 1, പിന്നെ 5 1 5. അപ്പൊ ശനിയാഴ്ച വരുമ്പോൾ വീണ്ടും 1 നിറം വരും. ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ അടുത്ത ആഴ്ചയായി. ഇപ്പൊ നമ്മള് 2. പിന്നെ എങ്ങനെ വരും? 2. തിങ്കളാഴ്ച വരുമ്പോൾ 6, പിന്നെ 2 6 2 6. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സെറ്റ് പോയി ഇതൊരു ഇയറിൽ കറങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാ നിറങ്ങളും കറങ്ങി തിരിഞ്ഞു വരും. കിട്ടിയോ? പാറ്റേൺ മനസ്സിലായോ? പിന്നെ നിറം ഉപയോഗിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? സന്ധ്യ സൂത്താറ നിറം ഫിക്സഡ് ആണ്. നിറം ദിവസത്തിന്റെ നിറത്തിനനുസരിച്ച് ട്യൂണുകൾ മാറത്തില്ല. സന്ധ്യ സൂത്താറ. രാത്രി പ്രാർത്ഥന 3 മണി 6 മണി 9 മണി. ഈ ഇത്രയും യാമങ്ങളിലാണ് നമ്മൾ നിറം അപ്ലൈ ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? രാത്രി 3 മണി 6 മണി 9 മണി. അതില് പ്രഭാതത്തിന്റെ കുക്കിലിയോം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിറം അപ്ലൈ ചെയ്യുന്നത്. പ്രഭാതത്തിന്റെ കുക്കിലിയോം നമ്മള് പ്രഭാത നമസ്കാരം എടുത്താല് കുക്കിലിയോം കഴിഞ്ഞിട്ട് ഉള്ള കോലോ തൊട്ട് നിറം അപ്ലൈ ചെയ്യും. അപ്പൊ എവിടേക്ക് നിറം അപ്ലൈ ചെയ്യുന്നത്? രാത്രി 3 മണി 6 മണി 9 മണി. ഇത്രയും യാമങ്ങളിലാണ് നിറം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ പാട്ടുകൾക്കാണ് നിറം അപ്ലൈ ചെയ്യുന്നത്? കുക്കിലിയോൻ, എക്ബോ, പോലോ, ബോസോ. ഈ 4 കാറ്റഗറിയിൽ വരുന്ന പാട്ടുകൾക്കാണ് നമ്മൾ നിറം അപ്ലൈ ചെയ്യുന്നത്. കുക്കിലിയോൻ ഏതൊക്കെയുണ്ട്? ദൈവമാതാവിന്റെ ഉണ്ട്, പരിശുദ്ധന്മാരുടെ ഉണ്ട്, ആചാര്യന്മാരുടെ ഉണ്ട്, മരിച്ചവരുടെ ഉണ്ട്, സ്ലീവായുടെ ഉണ്ട്. അതല്ലാതെ നമ്മൾ ശിവ നമസ്കാരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സന്ധ്യ പ്രഭാത പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് വേറെ കുക്കിലിയോനൊക്കെ വരും. ഈ കുക്കിലിയോനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിറം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്ബോ, കുക്കിലിയോന് ശേഷം വരുന്ന ഭക്തർ പുകഴ്ച ഭാഗനമേ അല്ലെങ്കിൽ ഒരു പോലിംഗം, അങ്ങനെ വരുന്ന എക്ബോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിറം അപ്ലൈ ചെയ്യാൻ പറ്റും. കോലോ എന്ന വാക്കിന്റെ അർത്ഥം പാട്ട്. ഉദാഹരണം പറഞ്ഞാൽ താതൻ ശ്ലോമോ ഗബ്രിയേൽ, ആ കോലോയുടെ പേര് ശ്ലോമേതാബോ. ദൈവത്തിൻ ജനനിയും അറിയാമേ, ഏനോനോ നെഹ്റോ ഷാറീറോ. ഇതൊക്കെ പേരുകളാണ് കോലോയുടെ. പിന്നെ ഭൂവാനം നാദാനിന്റെ കേട്ടല്ലേ, ത്രൈഹൂനൊൽമേ. അപ്പൊ അങ്ങനെ കോലോകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിറം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബോസോ
ബോസം 3 പേരുടെയാണ് ആ സഭയിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ യാക്കോബിന്റെ, അഫ്രൈമിന്റെ, ബാലായി. ബോസം 3. അപ്പൊ ഇത്രയും കാറ്റഗറിക്കാണ് നമ്മൾ നിറം അപ്ലൈ ചെയ്യുന്നത്. ആർക്കൊക്കെയാണ്? കുക്കിലിയ, എക്കോ, സോലോ, ബോസ്. ഓക്കെ. അതല്ലാതെ ഇപ്പൊ രാത്രി പ്രാർത്ഥനയിൽ എനിയോനോ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? എനിയോനോ ഫസ്റ്റ്, അത് ഫിക്സഡ് ടൂണാണ്, അത് മാറത്തില്ല. എനിയോനോ നമ്മൾ പാറ്റേൺ പഠിച്ചു, ഏതൊക്കെ യാമത്തിലാണ് നിറം അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചു, ഏതൊക്കെ കാറ്റഗറിക്കാണെന്ന് പഠിച്ചു. പിന്നെ ഹാഷായ്ക്ക് നിറം ഫിക്സഡ് ആണ്. ഹാഷായ്ക്ക് നിറം ഫിക്സഡ് ആണ്. നിറം, രാഗം, വാക്കുകളെല്ലാം സെയിം ആട്ടോ. നമ്മൾ ഇതിൽ വരുമ്പോൾ നിറം എന്നാ പറയുന്നത്. മദറോഷോ കേട്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ കുർബാനക്രമം ഇതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നോക്കണം. അതാണ് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ലായിരുന്നു, പക്ഷെ ഇനി നോക്കണം. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഋജുഗതികൾക്കിരുളിൽ പ്രഭയുളവായി എന്നോട് എഴുതിയിട്ടുണ്ട്. ഏനോനോ നൊഹറോ ശാരീരം. അതുപോലെ താതൻ ശ്ലോമ ഗബ്രിയേൽ, അവിടെ ഒരു ശ്ലോമേതാവും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി നോക്കിയാൽ മതി, ഇപ്പം തലേ കയറും. മദറോഷോ നമ്മൾ ഹാഷയുടെ ബലികളെ നീക്കിയിടും തിരുബലി അങ്ങനെ പാട്ടിട്ടല്ലേ, തിരുബലിതൻ, അതൊക്കെ മദറോഷാണ്. അതൊക്കെ ഫിക്സഡ് ടൂണാണ്. നമ്മളൊരു ലിറ്റർജിക്കൽ ഇയറിൽ മൊത്തം നിറങ്ങൾ പറയാം. ലിറ്റർജിക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പൂതോശീത്തം, അന്ന് നിറം 1. ആഴ്ചയിൽ വരുന്ന പാറ്റേൺ 1, 2. അടുത്ത ഞായറാഴ്ച ഏതാ? പൂതോശീത്തം, അന്ന് നിറം 2, പാറ്റേൺ 2, 6. അടുത്ത ഞായറാഴ്ച, 3-ാമത്തെ ഞായറാഴ്ച നിറം 3. പിന്നെ കറിയാപുരോധനോടുള്ള അറിയിപ്പ്, പിന്നെ ദൈവമാതാവിനോടുള്ള വചനിപ്പ്, യേശുവയുടെ അടുക്കിലേക്ക് മറിയാവിന്റെ യാത്ര, യോസേഫിന്റെ വെളിപാട്, എൽദോയ്ക്ക് മുമ്പുള്ള ഞായർ. എൽദോയ്ക്ക് മുന്നേ ഉള്ള ഞായറാഴ്ച കൃത്യമായിട്ട് 8-ാം നാം വരും. എൽദോയ്ക്ക് മുന്നേ ഉള്ള ഞായറാഴ്ച 8, എൽദോ പെരുന്നാള് 1. എൽദോ പെരുന്നാൾ ഞായറാഴ്ച അല്ല വരുന്നതെങ്കിൽ എൽദോയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച 1. പിന്നെ ആ സൈക്കിള് പിന്നെ എവിടെ ചെല്ലും? നിനുവ നോമ്പിന് മുമ്പുള്ള ഞായറാഴ്ച 6. നോമ്പിന് ഫിക്സഡ് ടൂണാണ്. അത് കഴിഞ്ഞ് നിനുവ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് പട്ടക്കാരുടെ ഞായറാഴ്ചയാണ്, കൊഹനെ, നിറം 7. അത് കഴിഞ്ഞിട്ട് മരിക്കപ്പെട്ടവരുടെ ഞായറാഴ്ച അനിത ഞായറാഴ്ച 8. പുത്ത ഞായറാഴ്ച 1, ഓശാന ഞായറാഴ്ച 7. ദിവസത്തിന്റെ നിറം 7. ഓശാനയുടെ ശുശ്രൂഷ, ഓശാനയ്ക്ക് കുരുത്തോലവാഴിൽ ഒരു ശുശ്രൂഷ ഉണ്ട് അല്ലെ, അതിന്റെ നിറം 4. ഈസ്റ്ററിന്റെ സന്ധ്യയും രാത്രിയുടെ 2-ാം കൗമുദി 8. ഈസ്റ്ററിന്റെ നിറം ശരിക്കും ഉയർപ്പ് പെരുന്നാളിന്റെ നിറം 1. അപ്പൊ സന്ധ്യക്ക് നമ്മള് 8 ഉപയോഗിക്കേണ്ടത്, പക്ഷെ നമ്മൾ 1-ാം നിറത്തിൽ തന്നെയാണ്. നിൻമുറിവുകളിനേറ്റേ അതേ നിറാണ് കുക്കോയോ. എന്റെ ടൈറ്റിൽ നോക്കണം. ഇനി എല്ലാ പാട്ട് കാണുമ്പോൾ ടൈറ്റിൽ നോക്കിക്കോളും കേട്ടോ. കുക്കോയോ 1-ാം നിറമാണ്. അത് നിൻമുറിവുകളിൽ അല്ലെങ്കിൽ മുറ്റുന്നീറ്റിന്നോവന്റെ ഇതെല്ലാം 1-ാം നിറം. ഉയർപ്പ് ശരിക്കും സന്ധ്യ 8-ാം നിറത്തിലാണ് നടത്തേണ്ടത്, പക്ഷെ അതിന് ദിവസത്തിന്റെ നിറം 1 ആയതുകൊണ്ട് 1-ാം നിറം. ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ആഴ്ചക്ക് എന്നാന്ന് പറയണേ? ഹേവോറോ. ആ വാക്കിന്റെ അർത്ഥം വെൺമേട് ദിനങ്ങൾ. ഹേവോറോ ആഴ്ച. പണ്ട് കാലത്ത്, സഭയുടെ ആദിമകാലത്ത് പുതുതായിട്ട് സഭയിലേക്ക് ചേരുന്നവര് മാമോദീസ സ്വീകരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഈസ്റ്ററിനൊന്നും ആ വരുന്ന ദിവസങ്ങളിലാണ്. അതുകൊണ്ടാണ് അതിനെ വെൺമേട് ദിനങ്ങൾ എന്ന് പറയും. ഉയർപ്പ് കഴിഞ്ഞ ഒരു ആഴ്ചയാണ്. ഉയർപ്പ് ഞായറാഴ്ച ഇപ്പൊ ഏതായിരുന്നു നിറം? 1. ഹേവോറോ ആഴ്ച പാറ്റേൺ ഇല്ല, നിറങ്ങൾ കണ്ടിന്യൂസ് പോകും. തിങ്കളാഴ്ച 2, ഹേവോറോ ചൊവ്വ 3, ബുധനാഴ്ച 4,
5, 6, 7 ഇങ്ങനെ കണ്ടിന്യൂസ് പോകും. ഓരോ ദിവസവും ഓരോ നിറമാണ് ഓരോ ആഴ്ച. അത് കഴിയുമ്പോൾ പുതിയ ഞായറാഴ്ച ശരിക്കും ഏത് വരണം? തിങ്കളാഴ്ച 2, 3, 4, 5, 6 ശനിയാഴ്ച വരുമ്പോൾ 7 വരുള്ളൂ. അപ്പൊ ഞായറാഴ്ച ശരിക്കും ഏത് വരണം? 8 വരണം. പക്ഷെ പുതിയ ഞായറാഴ്ചയുടെ നിറം 1 ആണ്. എന്ത് ചെയ്യും? ഉയർപ്പിന് നമ്മൾ ചെയ്ത പോലെ തന്നെ സന്ധ്യയും രാത്രിയുടെ 2-ാം കർമ്മ വരെ 8, പുതിയ ഞായറാഴ്ചയുടെ നിറം 1. കിട്ടിയോ? ഉയർപ്പ് ഞായറാഴ്ച ചെയ്ത അതേ ക്രമയാണ്. പിന്നെ സ്ലീവാ പെരുന്നാൾ വരെ കണ്ടിന്യൂ ചെയ്തു പോകും. സ്ലീവാ പെരുന്നാൾ ഞായറാഴ്ച അല്ല വരുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ച നിറം ഇത് നമ്മൾ ഇതിനു മുമ്പ് എവിടെയാ പറഞ്ഞത്? അടുത്ത കൂദോഷിത്ത് വരുമ്പോൾ കൃത്യമായിട്ട് നിറം 1 വരും. ഇനി പെരുന്നാളുകളുടെ നിറങ്ങൾ എഴുതിക്കും. പെരുന്നാളുകൾ എൽദോ പെരുന്നാള് നിറം 1, ദനഹ 2, മായൽത്തോ 3, സൂബോറോ എന്ന് പറഞ്ഞ അജ്നിപ്പ് 4, സ്വർഗാരോഹണം അതുപോലെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ 2, 5. കൂടാര പെരുന്നാള് 6, പെന്തിക്കോസ്തി അതുപോലെ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് 7. സ്ലീവാ പെരുന്നാള് 8. ദൈവമാതാവിന്റെ എല്ലാ പെരുന്നാളുകൾക്കും നിറം 7. പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾക്ക് നിറം 8. ഇത്രയാണ് നമ്മുടെ ബേസിക്. എന്താ പഠിച്ചെന്ന്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ പോലെയാണ്. ആ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. നിന്നെ സ്തുതിക്കുന്നവർ നിന്നാൽ ശ്രേഷ്ഠരാകുന്നതിന് വേണ്ടി. അതാണ് എൻ്റെ ആൻസർ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. എന്ത്? അവനെ പോലെ ആകാം. ആ വളർച്ചയാണ് എൻ്റെ പ്രാർത്ഥനയിലുള്ള വളർച്ച. പിന്നെ നമ്മൾ പഠിച്ചത് എന്ത് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല.